പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സസ്പെൻഷനിലായിരുന്ന പ്രധാന അധ്യാപികയെ തിരിച്ചെടുത്തു. ഡിഇഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചെടുത്തത് എന്ന് മാനേജ്മെന്റ് പറഞ്ഞു. സംഭവത്തിൽ ഡിഡിഇക്ക് കുടുംബം പരാതി നൽകി. കഴിഞ്ഞ മാസം 14-നാണ് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ ആത്മഹത്യ ചെയ്തത്. ക്ലാസ് അധ്യാപിക അർജുനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും ജയിലിൽ കിടക്കേണ്ടിവരുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും വിദ്യാർത്ഥികളും കുടുംബവും ആരോപിച്ചിരുന്നു. തുടർന്ന് വലിയ പ്രതിഷേധമാണ് സ്കൂളിൽ നടന്നത്. പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ലാസ് അധ്യാപിക ആശയെയും അധ്യാപികയെ പിന്തുണച്ച് സംസാരിച്ച പ്രധാന അധ്യാപിക ലിസിയെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഉന്നതതല അന്വേഷണം നടത്തി ടീച്ചർമാർ കുറ്റക്കാരല്ല എന്ന് തെളിയും വരെ സസ്പെൻഷൻ നീളുമെന്നായിരുന്നു അന്ന് മാനേജ്മെന്റ് അറിയിച്ചിരുന്നത്. വിഷയത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നടക്കം കുഴൽമന്ദം പോലീസ് മൊഴിയെടുക്കൽ തുടരുകയാണ്. ഇതിനിടെയാണ് പ്രധാന അധ്യാപിക സ്കൂളിൽ തിരിച്ചെത്തിയത്. ഡിഇഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. എന്നാൽ നിയമപ്രകാരം ഡിഡിഇ അനുമതിയില്ലാതെ നിർദ്ദേശം നൽകാൻ ഡിഇഒയ്ക്ക് അധികാരമില്ല. അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ഡിഡിഇ വ്യക്തമാക്കി. മാനേജ്മെന്റും ഡിഇഒയും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഒത്തുകളിയായിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിഇഒ ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെ ഡിഡി ഓഫീസിന്റെ ഫ്രണ്ടിലായിരിക്കുന്നത്. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ടും, അതായത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് അപേക്ഷ തന്നിരിക്കുന്നതാണ്. ഒരു റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല. അപ്പം പിന്നെ അദ്ദേഹം ഒത്തുകളിയല്ലാതെ പിന്നെ ഇങ്ങനെ വരില്ലല്ലോ. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കുടുംബം പരാതി നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സ്കൂളിൽ പ്രതിഷേധം നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.